Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 ഒന്ന് ഓർത്തു നോക്കിക്കേ, എൻ്റെ ദൈവം എത്രയോ നല്ലവനാ. എത്രയേറെ പാപം ചെയ്തിട്ടും അവിടുന്ന് വീണ്ടും വീണ്ടും എന്നെ സ്നേഹിക്കുന്നു, നമ്മോട് കരുണ കാണിക്കുന്നു, തൻ്റെ സ്വന്തമാക്കി നമ്മെ നിലനിർത്തുന്നു. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. റോമലേഖനം 5-ാം അധ്യായം 7-8 തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു നല്ല മനുഷ്യന് വേണ്ടി ചിലപ്പോൾ ആരെങ്കിലും മരിക്കാൻ തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. പ്രിയമുള്ള സഹോദരരെ, നമ്മുടെ ദൈവം എത്രയോ നല്ലവനാ, എത്രയോ സ്നേഹമുള്ളവനാ. നിരന്തരം അവിടുന്ന് നമ്മോട് കരുണ കാണിക്കുന്നു, തന്റെ അടുക്കലേക്ക് വീണ്ടും വീണ്ടും നമ്മെ വിളിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ തിരുവചനം എത്രയോ ഹൃദയസ്പർശിയ. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിരിക്കും, അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. സമ്പൂർണമായി നമ്മെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എത്രയോ നല്ലവൻ. ദൈവത്തിൻ്റെ ആ ഒരു നന്മ നമുക്ക് ഏറ്റുപാടുവാനായിട്ട് സാധിക്കട്ടെ. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ നാം കാണുന്നു. ഇസ്രായേൽ ജനം അവരെത്രയേറെ ദൈവത്തിൽ നിന്നും അകന്നു പോയാലും ദൈവം വീണ്ടും വീണ്ടും അവരുടെ കൂടെ നടന്നു. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. 13-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നു, അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴി കാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുമ്പേ പോയിരുന്നു. സന്തോഷത്തോടെ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും തനിച്ചല്ല. എൻ്റെ കർത്താവ് എന്നോട് കൂടിയുണ്ട്. അവിടെ നാം ഓരോരുത്തരോടും കൂടിയുണ്ട് നമുക്ക് വഴി കാട്ടുവാൻ. തിന്മയിലേക്ക് പോകാതെ, അന്ധകാരത്തെ വ്യാപരിക്കാതെ പ്രകാശത്തിൽ വ്യാപരിക്കാൻ സന്തോഷത്തോടെ ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം അനുസ്മരിച്ച് ഹല്ലേലൂയ. നമ്മെ വഴി നടത്തുന്ന നല്ല ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ഹല്ലേലൂയ. 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 എത്ര ആപത്ത് വന്നാലും, ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും ദൈവം നമ്മെ വിട്ടുപോകാതെ നമ്മോട് കൂടെ, എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 2-ാമത്തെ തിരുവചനം വലിയ പ്രത്യാശ നൽകുന്നതാണ്, വലിയ ഉണർവ് നൽകുന്നതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. ഹല്ലേലൂയ. 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 ഞാൻ നിങ്ങളുടെ ദൈവവും കർത്താവും നിങ്ങളുടെ രക്ഷകനുമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തിന്റെ ആ ഒരു നന്മ, ആ ഒരു സ്നേഹം, ആ ഒരു കരുതല് എല്ലാം നമുക്ക് പാടി സ്തുതിക്കാം. എത്ര നല്ലവൻ ദൈവം, എത്ര നല്ലവൻ. പാപിയാം എന്നെ ഇന്നും സ്നേഹിപ്പവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ചേർന്ന് പാടാം. എത്ര നല്ലവൻ ദൈവം, എത്ര നല്ലവൻ. പാപിയാം എന്നെ എന്നും സ്നേഹിപ്പവൻ. എത്ര നല്ലവൻ ദൈവം, എത്ര നല്ലവൻ. പാപിയാം എന്നെ എന്നും സ്നേഹിപ്പവൻ. എന്നെ സൃഷ്ടിച്ചു, നാമവും നൽകി, എന്നെ രക്ഷിച്ചു, നിത്യജീവനുമേകി. എന്നെ സൃഷ്ടിച്ചു, നാമവും നൽകി, എന്നെ
അഗ്നിദീപമായി മേഘസ്തംഭമായി എന്റെ പാതയെ അവൻ നിന്നിടുന്നു. കല്ലിലും മുള്ളിലും പാഴ്മരുഭൂവിലും വീണിടാതെന്നെ നീ കാത്തിടുന്നു. അഗ്നിദീപമായി മേഘസ്തംഭമായി എന്റെ പാതയെ അവൻ നിന്നിടുന്നു. കല്ലിലും മുള്ളിലും പാഴ്മരുഭൂവിലും വീണിടാതെന്നെ നീ കാത്തിടുന്നു. എത്ര നല്ലവൻ ദൈവം, എത്ര നല്ലവൻ, പാപിയാമെന്നെ എന്നും സ്നേഹിപ്പവൻ. ആപത്തു വന്നാലും പീഡകളേറ്റാലും ഓടി വരും എന്നെ ഓമനിക്കും. ലോകം വെറുത്താലും അമ്മ മറന്നാലും നിത്യസ്നേഹം എന്നെ പാലിക്കുന്നു. ആപത്തു വന്നാലും പീഡകളേറ്റാലും ഓടി വരും എന്നെ ഓമനിക്കും. ലോകം വെറുത്താലും അമ്മ മറന്നാലും നിത്യസ്നേഹം എന്നെ പാലിക്കുന്നു. എത്ര നല്ലവൻ ദൈവം, എത്ര നല്ലവൻ, പാപിയാമെന്നെ എന്നും സ്നേഹി. എത്ര നല്ലവൻ, എത്ര നല്ലവൻ, ദൈവം എത്ര നല്ലവൻ, പാപിയാമെന്നെ എന്നും സ്നേഹിപ്പവൻ. എന്നെ സൃഷ്ടിച്ചു, നാമവും നൽകി, എന്നെ രക്ഷിച്ചു, നിത്യജീവനുമേകി. എന്നെ സൃഷ്ടിച്ചു, നാമവും നൽകി, എന്നെ രക്ഷിച്ചു, നിത്യജീവൻ. എന്റെ ദൈവം എത്രയോ നല്ലവൻ, എത്ര നല്ലവൻ, ദൈവം എത്ര നല്ലവൻ, പാപിയാമെന്നെ എന്നും സ്നേഹിപ്പവൻ. 27-ാം സങ്കീർത്തനം 10-ാമത്തെ തിരുവചനം. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും എന്റെ കർത്താവ് എന്നെ കൈക്കൊള്ളും. എന്റെ ദൈവം, എന്നെ സ്നേഹിക്കുന്ന ദൈവം, എന്റെ മേൽ കരുണ കാണിക്കുന്ന ദൈവം. എത്ര ആപത്ത് വന്നാലും ഞാൻ നഷ്ടപ്പെട്ടു പോകുവാൻ, നശിച്ചു പോകുവാൻ അനുവദിക്കാത്ത ദൈവം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു വേദനകള്, കൊച്ചു കൊച്ചു സഹനങ്ങളൊക്കെ കടന്നു വരും. ദൈവത്തിന്റെ സ്നേഹം കൂടുതൽ ആഴത്തില് അനുഭവിക്കുവാനുള്ള നിമിഷങ്ങളാണ്. ചുതാൽഫോൻ സാമിയെ പോലെ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച നിമിഷങ്ങളായിരുന്നു സഹനങ്ങൾ. ദൈവം തന്നെ തൊട്ട് അറിഞ്ഞ ആ ഒരു നിമിഷങ്ങളായിട്ടാണ് സഹനങ്ങളെ കണ്ടത്. നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു വേദനകളും കൊച്ചു കൊച്ചു സഹനങ്ങളും ഒക്കെ ഒരു കാരണവശാലും നിരാശയിലേക്ക്, തകർച്ചയിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ ഇടയാകരുത്. റോമലേഖനം 5-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എന്തെന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. സ്നേഹിക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ ജീവിതത്തിന്റെ കൊച്ചു കൊച്ചു വേദനകളെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതാനുഭവങ്ങൾ ഒരുപക്ഷെ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നതിൽ നിന്നും ദൈവസന്നിധി നന്ദിയോടെ വ്യാപരിക്കുന്നതിൽ നിന്നും നമ്മെ തടസ്സപ്പെടുത്തിയേക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36-ാമത്തെ തിരുവചനത്തില് നാം വായിക്കുന്നു, ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. നമ്മുടെ മേൽ അനുകമ്പ തോന്നുന്ന ഒരു ദൈവമാണ്. നമ്മെ വിട്ടുപേക്ഷിക്കാത്ത ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ കൊച്ചു കൊച്ചു വേദനകളില് കടന്നു വന്നുകൊണ്ട് നമുക്ക് സൗഖ്യം നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ മനസ്സിന്റെ അസ്വസ്ഥതകളും ഭാരങ്ങളും എല്ലാം എടുത്തു മാറ്റുവാനായിട്ട് കടന്നു വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പക്ഷെ പറഞ്ഞ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. സന്തോഷത്തോടെ ഹല്ലേലൂയ. നമ്മുടെ അധ്വാനങ്ങളെയും നമ്മുടെ ഭാരങ്ങളെയും നമ്മുടെ അസ്വസ്ഥതകളെയും എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. സോ കടന്നു പോയപ്പോൾ വഴിയരികളിരുന്ന അന്ധരായ മനുഷ്യര് ഈശോയെ വിളിച്ചപേക്ഷിച്ചു, ദാവീദിന്റെ പുത്രനായ യേശുവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ.
നമുക്കും പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. യേശുവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അവിടുത്തെ കരം നീട്ടി ഞങ്ങളെ സ്പർശിക്കണമേ, ഞങ്ങളെ സ്പർശിക്കണമേ. യേശുവേ, ആത്മീയമായ സൗഖ്യം നൽകണമേ, മാനസികമായ സൗഖ്യം നൽകണമേ. ഞങ്ങളുടെ അസ്വസ്ഥതകളെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് അവിടുന്ന് സന്തോഷിക്കുവാൻ, അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയോടൊത്ത് സ്നേഹത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെ, അവിടുത്തെ സ്നേഹിക്കുന്ന കരങ്ങൾ നീട്ടി ഞങ്ങളെ സ്പർശിക്കണമേ. കുഞ്ഞുനാൾ മുതൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എല്ലാ വേദനകളും, എല്ലാ ഭാരങ്ങളും, അതേതെങ്കിലും ഇന്നും ഞങ്ങളെ അലട്ടുന്നുണ്ടെങ്കിലും, ഏതെങ്കിലും അവിടുത്തെ സ്നേഹവും കാരുണ്യവുമൊക്കെ അനുഭവിക്കുവാൻ തടസ്സമായി ഞങ്ങളിലുണ്ടെങ്കിൽ ഈശോയെ, അവയെല്ലാം എടുത്തു മാറ്റി എനിക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. യേശുവേ, യേശുവേ, യേശുവേ. പ്രാർത്ഥിക്കാം. സ്നേഹമോടെ കരങ്ങൾ നീട്ടി സൗഖ്യമേകണമേ എൻ്റെ ഈശോയെ. സ്നേഹമോടെ കരങ്ങൾ നീട്ടി സൗഖ്യമേകണമേ. ലോകാവസാനത്തോളം കൂടെ വസിക്കുന്ന ഈശോയെ രക്ഷക നീ വരൂ. സ്നേഹമോടെ കരങ്ങൾ നീട്ടി സൗഖ്യമേകണമേ. ലോകാവസാനത്തോളം കൂടെ വസിക്കുന്ന ഈശോയെ രക്ഷക നീ വരൂ. നമ്മുടെ ഉദരത്തില് ശിശുവായി പിറന്ന നിമിഷം മുതൽ ഇന്ന് വരെ എന്നിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ മുറിവുകളിൽ നിന്ന് എൻ്റെ ഈശോയെ എനിക്ക് സൗഖ്യം നൽകണമേ. എൻ്റെ മാതാപിതാക്കളിൽ നിന്നോ എൻ്റെ സഹോദരങ്ങളിൽ നിന്നോ കിട്ടേണ്ട സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈശോയെ ഈ നിമിഷം ആ സ്നേഹം തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ശിശുവായ അമ്മതൻ ഉദരത്തിൽ പിറന്ന നിമിഷം മുതൽ നീ സ്പർശിക്കണേ. മുറിവേറ്റൊരാടിനെ മാറോട് ചേർക്കും നല്ലിടയാ സൗഖ്യം നൽകിടണേ. പ്രിയമാതാവും നാഥനും സോദരൻ നൽകിയ സ്നേഹം നീ അറിയുന്നു. യോഗ്യമാം സ്നേഹം അനുഗ്രഹിക്കണമേ. അലിവോടെ ആ സ്നേഹം സ്വീകരിക്കണേ. സ്നേഹമോടെ കരങ്ങൾ നീട്ടി സൗഖ്യമേകണമേ. ലോകാവസാനത്തോളം കൂടെ വസിക്കുന്ന ഈശോയെ രക്ഷക നീ വരൂ. ഞാൻ വളർന്നു വന്ന നാളുകളിൽ എന്നിൽ വളർന്നു വന്ന എല്ലാ വിപരീത വികാരങ്ങളും, അപകർഷതാ ബോധവും, അകാരണമായ ഭയങ്ങളും, എല്ലാ അസ്വസ്ഥതകളും, എൻ്റെ വളർച്ചയിലെ എല്ലാ പോരായ്മകളും എൻ്റെ ഈശോയെ അവയെല്ലാം പരിഹരിച്ച് അവിടുത്തെ ആത്മാവിൻ്റെ കൃപ എന്നിൽ വർഷിക്കണമേ. എന്നെ ശക്തിപ്പെടുത്തണമേ. വളരുന്ന നാളിലെ എന്നുടെ ആശകൾ അറിഞ്ഞാരുമെന്നെ കരുതിയില്ല. അപകർഷതയും ഭീതിയും ദുഃഖവും അലിവോടെ മാറ്റി എന്നിൽ സൗഖ്യമേകൂ. തിന്മയാം കളകൾ പിഴുതെറിഞ്ഞിടുവാൻ നന്മയിൽ അനുദിനം വളർന്നിടുവാൻ
ചൊരിഞ്ഞ ഹൃദയത്തെ ഇന്ന് പുതുതാക്കണേ. സ്നേഹമോടെ കരങ്ങൾ നീട്ടി സൗഖ്യമേകണമേ. ലോകാവസാനത്തോളം കൂടെ വസിക്കുന്ന ഈശോയെ രക്ഷക നീ വരൂ. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഈശോ കടന്നു വരട്ടെ. നമുക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹം നൽകി അവിടെ നമ്മെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളായി നമ്മുടെ എല്ലാ ഭയങ്ങളും നമ്മുടെ എല്ലാ വിപരീത വികാരങ്ങളും എടുത്തു മാറ്റിക്കൊണ്ട് തന്റെ സ്നേഹത്താ നിറച്ച് വലിയ പ്രത്യാശ നൽകുന്ന നിമിഷങ്ങളായത്. ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ഈശോയുടെ വാഗ്ദാനം, ലോകത്തിന്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും. നമ്മെ വിട്ടുപേക്ഷിച്ചു പോകുന്നവനല്ല അവിടുന്ന്. നാം വേദനിക്കുമ്പോഴും ആശ്വസിപ്പിക്കുവാൻ അവിടുന്ന് നമ്മോട് കൂടെയുണ്ട്. നാം അസ്വസ്ഥതപ്പെടുമ്പോഴും ബലപ്പെടുത്തുവാൻ എൻ്റെ ഈശോ എന്നോട് കൂടെയുണ്ട്. ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാം, ഈശോയുടെ സന്നിധിയിലേക്ക് വിട്ടുകൊടുക്കാം. കുഞ്ഞുനാൾ മുതൽ ഈ നിമിഷം വരെ കടന്നു വന്നിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളും, എല്ലാ ഭയങ്ങളും വിട്ടുകൊടുക്കാം. എല്ലാ വിപരീത അനുഭവങ്ങളും വിട്ടുകൊടുക്കാം. വെറുപ്പും വിദ്വേഷവും ശത്രുതയും എല്ലാം വിട്ടുപേക്ഷിക്കാം. ഈശോയുടെ സ്നേഹത്തിന്റെ ഫലങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ വളരട്ടെ, നമ്മുടെ ഹൃദയങ്ങളിൽ വളരട്ടെ, വലിയ പ്രത്യാശയിൽ വളരട്ടെ. ഈശോയ്ക്കായി വിട്ടുകൊടുക്കാം, സമർപ്പിക്കാം, ഈശോയുടെ സ്നേഹത്തിനായി സമർപ്പിക്കാം. ഈശോയുടെ സന്നിധിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവിടുത്തെ ആരാധിക്കാം. സമ്പൂർണമായി വിട്ടുകൊടുത്ത് ആരാധിക്കാം. നമുക്ക് വേണ്ടി ഒന്നും കരുതി വെക്കണ്ട, ഒരു ദുഃഖവും നമുക്ക് വേണ്ടി കരുതി വെക്കണ്ട. വിട്ടുകൊടുക്കാം അവിടുത്തെ കരങ്ങളിലേക്ക്. കാൽവരി കുരിശില് ഇരു കരങ്ങളും കുരിശന്മേ തറയ്ക്കപ്പെട്ടത് നമ്മുടെ എല്ലാ ഭാരങ്ങളും ഏറ്റെടുത്തുകൊണ്ട്, നമുക്ക് വേണ്ടി വേദനകൾ ഏറ്റെടുത്തുകൊണ്ട്, നമുക്ക് വേണ്ടി സഹിച്ചുകൊണ്ട്, നമ്മുടെ രോഗങ്ങളും നമ്മുടെ ഭാരങ്ങളും നമ്മുടെ പാപങ്ങളും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് കാൽവരി കുരിശില് അവിടുന്ന് തന്റെ സ്നേഹം പ്രകടമാക്കിയപ്പോൾ യേശുവിന്റെ മുറിവുകളാല് നമ്മുടെ എല്ലാ മുറിവുകളും അവിടുന്ന് സൗഖ്യപ്പെടുത്തി. എല്ലാ മുറിവുകളും അവിടുന്ന് സൗഖ്യപ്പെടുത്തി. യേശുവേ, അവിടുത്തെ തിരുമുറികളിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. ആഗ്രഹത്തോടെ ഈശോയുടെ ആ ഒരു തിരുരക്തത്തിന്റെ അഭിഷേകം അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ ആരാധിക്കാം. യേശുവേ, യേശുവേ ആരാധന, യേശുവേ ആരാധന. സമ്പൂർണമായി വിട്ടുകൊടുക്കും. അവന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കും. സൗഖ്യം നൽകുന്നവൻ, ആശ്വസിപ്പിക്കുന്നവൻ, മുറിവുകൾ ഏറ്റെടുക്കുന്നവൻ, വിടുതൽ നൽകുന്നവൻ, എല്ലാ തിന്മകളിൽ നിന്നും മോചനം നൽകുന്നവൻ, തന്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം നൽകുന്നത്. അവിടുത്തെ സന്നിധിയിലേക്ക് വിട്ടുകൊടുക്കാം. ചേർന്ന് പാടാം. ആരാധന 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 ആരാധന. വിശ്വാസത്തോടെ ആരാധന സമർപ്പിച്ച് ആരാധന സമ്പൂർണമായി വിട്ടുകൊടുത്ത് ആരാധന ഈശോ രക്ഷകനായി സ്വീകരിച്ച് ആരാധന ആരാധന യേശുവേ ആരാധന സൗഖ്യമേ ആരാധന സമ്പൂർണ്ണ വിടുതലേ ആരാധന. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യ ഈശോയ്ക്ക്